വിനായക ചതുർത്ഥി മഹോത്സവം അമ്പാടിക്കവല ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ 1008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമമാണെന്നാണ് നമ്മളോട് ഇവിടുത്തെ മെയിൻ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് തിരുമേനിയോട് തന്നെ ചോദിക്കാം. തിരുമേനി, നാളെ നമ്മുടെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച്, പിന്നെ ഹൈറേഞ്ചിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം വളരെ അപൂർവമാണ്. ഹൈറേഞ്ചിലല്ല, കേരളത്തിൽ തന്നെ നമ്മുടെ കട്ടപ്പനയുള്ളെന്നുമാണ് തോന്നുന്നത്. അപ്പം ഇതെന്താണ് ഈ 1008 നാളികേരത്തിൻ്റെ അതിൻ്റെ പ്രത്യേകത? നമസ്കാരം. ലക്ഷ്മി നാരായണായ നമഃ. ഞാൻ അമ്പാടിക്കവല ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ സ്വാമി. നാളെ വിനായക ചതുർത്ഥി ദിനമാണ്. ഭഗവാൻ വിഘ്നേശ്വരന്റെ ജന്മദിനം എന്നാണ് പറയുന്നത്. ചിങ്ങമാസത്തിലെ ചതുർത്ഥി ദിനത്തിലാണ്, വെളുത്തപക്ഷ ചതുർത്ഥി ദിനത്തിലാണ് വിനായക ചതുർത്ഥിയായിക്കൊണ്ട് ആഘോഷിക്കുന്നത്. ഭഗവാൻ ഗണങ്ങളുടെ അധിപതിയായിക്കൊണ്ട് അതിരൂപണം ചെയ്ത് നാളികേരം 108 അല്ലെങ്കിൽ 1008 നാളികേരങ്ങളിലെ അഷ്ടദ്രവ്യങ്ങൾ നിറച്ച് ഭഗവാന് അഗ്നിയിൽ സ്വാഹ എന്ന് പറയുന്ന അഗ്നിദേവി മുഖേന്ദ്ര ഭഗവാനെ പൂജിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന എല്ലാവിധ വിഘ്ന തടസ്സങ്ങളും, വിദ്യാ തടസ്സങ്ങളും, കർമ്മ തടസ്സങ്ങളും, കാര്യ തടസ്സങ്ങളും, വൈവാഹിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനായിക്കൊണ്ട് വിഘ്നേശ്വരന്റെ പ്രീതി ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. ഗണങ്ങളുടെ അധിപതിയാണ് ഗണപതി. എല്ലാ തരത്തിലുള്ള നന്മകളെ നൽകുന്നത്, എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നത്, സകല തരത്തിലുള്ള ഭാഗ്യസിദ്ധികളെ നൽകുന്നത് വിഘ്നേശ്വരനാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ ആചാര വിശ്വാസ പ്രകാരം ഏതൊരു കർമ്മ ആരംഭത്തിനു മുമ്പ് വിഘ്നേശ്വരനെ സ്മരിക്കണം. വിഘ്നേശ്വരന് വേണ്ട വഴിപാടുകൾ കഴിച്ചു വേണം ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം. ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇടുക്കിക്കവല ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നാളേക്ക് 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. നിങ്ങളെ ബാധിച്ചു നിൽക്കുന്ന എല്ലാവിധ ദുരിതങ്ങൾക്കും ഒരു ശമനമാണ് നാളെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പത്രീഭൂതരാകണമെന്ന് ഭഗവാൻ നാമത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ലക്ഷ്മി നാരായണ ക്ഷേത്രം കേരളത്തിൽ തന്നെ വിരളമാണ്. ലക്ഷ്മി നാരായണ ക്ഷേത്രം ഉള്ളത്. ഇവിടെ നമ്മുടെ പ്രത്യേകത, ഒരേ പീഠത്തിങ്കൽ പപ്പാതിയായിക്കൊണ്ട് അർദ്ധനാരീശ്വരൻ എന്ന സങ്കല്പത്തില്, അല്ലെങ്കിൽ ഒരു ശങ്കരനാരായണൻ എന്നുള്ള സങ്കല്പത്തില് പാതി ലക്ഷ്മിയും പാതി വിഷ്ണുവുമായി കുടികൊള്ളുന്നതാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രം കേരളത്തിൽ വിരളമാണ് എന്നുള്ളത് സത്യമാണ്. പാതി വിഷ്ണുവും പാതി ലക്ഷ്മിയുമായി 8 കൈകളോടുകൂടി ഭഗവാൻ ഇവിടെ കുടികൊള്ളുകയാണ്. ശരിക്കും വൈവാഹിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമായിക്കൊണ്ടാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത്. ഇവിടെ നമുക്ക് ഗണേശ്വര പ്രതിഷ്ഠയുണ്ട്, സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയുണ്ട്, ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട്, മഹാദേവന്റെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ രക്ഷസ്, പിന്നെ സൂര്യദേവൻ സങ്കല്പത്തില് ഇവിടെ കുടികൊള്ളുന്നു. ഇവിടുത്തെ വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് ദൃഷ്ടി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെയും ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെയും തീർക്കുവാൻ ഏറ്റവും പ്രധാനിയാണ്. ഒറ്റ നാളികേരവും 38 കരകമാലയും സമർപ്പിച്ച ദേവൻ എല്ലാ തരത്തിലുള്ള ശത്രുതാ ദുരിതങ്ങളെയും ദൃഷ്ടിദോഷങ്ങളെയും തീർക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ എല്ലാ മലയാള മാസത്തിലെ ചതുർത്ഥിയിലും വിശേഷാൽ സിദ്ധിവിനായക പൂജ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രേഷ്ഠമായിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ 1008 നാളികേരത്തിന്റെ ഗണപതി ഹോമം ഇവിടെ നടക്കുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെ വിരളമായിട്ടാണ് ഈ ഒരു പൂജ നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലാണ് എന്നുള്ളതാണ് അറിവ്. 1-2 ക്ഷേത്രങ്ങളിൽ നടക്കുന്നു. മമ്മിയൂര്, അതുപോലെ തന്നെ തിരുവമ്പാടി, ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെയാണ്, ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇങ്ങനെ 1008 നാളികേരത്തിന്റെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേ ഭക്തിയോടുകൂടിയും അതേ രീതിയിലുമാണ് നമ്മളിവിടെയും ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നത്. അപ്പൊ എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുക. ലക്ഷ്മി നാരായണ സ്വാമിയുടെയും മഹാഗണപതിയുടെയും 33 കോടി ഈശ്വരന്മാരുടെ അനുഗ്രഹത്തിന് ഏവർക്കും മാർഗമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നാളത്തെ മഹാഗണപതി ഹോമത്തിൽ എല്ലാ ഭക്തജനങ്ങളും സുമനസ്സോടുകൂടി പങ്കെടുക്കണമെന്നുള്ള അറിയിപ്പോടുകൂടി നടത്തുന്നു. നമസ്കാരം.
ഇത് നമ്മുടെ ക്ഷേത്രം ഈശാന്തി രഞ്ജേഷ് തിരുമേനി ഇവരുടെയും പിന്നെ മറ്റു തിരുമേനിമാരുടെയും ഒക്കെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ഒരു കർമ്മം നടക്കുന്നത്. എല്ലാവരും അതിൽ കൃത്യമായി കൊണ്ടും പങ്കെടുക്കണമെന്ന് ഭഗവത് നാമത്തിൽ അറിയിച്ചു. തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിനാരായണ അങ്ങനാകും. എൻ്റെ ഇവിടെ ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ളത് ഞാൻ ഡി എച്ച് രാഹുൽ കൃഷ്ണൻമൂർത്തി, അതുപോലെ തന്നെ ക്ഷേത്രം ശാന്തി രഞ്ജേഷ് തിരുമേനി, പിന്നെ ബാക്കിയുള്ള മുഖ്യ തിരുമേനിമാരുടെയൊക്കെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഈ ഒരു കർമ്മം നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും അതിൽ സുമനസ്സോടും ഭക്തിയോടും കൂടി പങ്കെടുക്കണമെന്ന് ഭഗവത് നാമത്തിൽ